ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ MC കമറുദ്ദീൻ MLAക്ക് പുറമെ ഡയറക്ടർമാരെ കൂടി കേസിൽ പ്രതി ചേർക്കും. കമറുദ്ദീൻ ചെയർമാനായുള്ള ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണലിന്റെ കാസർകോട്ടെ ആസ്തികൾ മറിച്ചുവിറ്റതായുള്ള രേഖകൾ പുറത്തുവന്നു. സ്ഥലവും കടമുറികളും അടങ്ങുന്ന സ്വത്തുക്കളാണ് വിൽപ്പന നടത്തിയത്. ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണലിന്റെ കാസർഗോഡും പയ്യന്നൂരും ചെറുവത്തൂരുമുള്ള കടകൾ അടച്ചുപൂട്ടിയത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ്. 5 മാസങ്ങൾക്ക് ശേഷമാണ് ജ്വല്ലറിയുടെ പേരിലുള്ള കാസർകോട്ടെ 17.7 ചതുരശ്ര മീറ്റർ സ്ഥലവും 4 കടമുറികളും വിൽപ്പന നടത്തിയിരിക്കുന്നത്. ഉദിനൂർ സ്വദേശികളായ ദമ്പതികളുടെ പേരിലാണ് ആസ്തികളുടെ വിൽപ്പന. 2 ആധാരത്തിലായി 60 ലക്ഷം രൂപയ്ക്ക് ജനുവരി 24, 25 തീയതികളിലായി കാസർകോട്ടെ രജിസ്ട്രാർ ഓഫീസിൽ വെച്ചാണ് വസ്തു കൈമാറ്റം നടന്നത്. സ്ഥലവും കെട്ടിടവും അടങ്ങുന്ന ആസ്തിയുടെ നേർപകുതി ജ്വല്ലറി ചെയർമാൻ MC കമറുദ്ദീനും മാനേജിംഗ് ഡയറക്ടർ പൂക്കോയ തങ്ങളും ഇരുവരുടെയും പേരിൽ എഴുതി നൽകുകയായിരുന്നു. പയ്യന്നൂരിലെ കടയുടെ ആസ്തിവകകളും 2 ഡയറക്ടർമാരടങ്ങുന്ന സംഘം കൈവശപ്പെടുത്തിയതായും ആക്ഷേപമുണ്ട്. ഇതിനിടെ പരാതിക്കാരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കമറുദ്ദീനും പൂക്കോയ തങ്ങൾക്കും പുറമെ ജ്വല്ലറിയുടെ മറ്റ് ഡയറക്ടർമാരെയും പ്രതി ചേർക്കാനുള്ള തീരുമാനത്തിലാണ് ക്രൈംബ്രാഞ്ച്. ലോക്കൽ പോലീസിനെ കൂടി ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിക്കും. ലോക്കൽ പോലീസിന്റെ കുറച്ച് ആളുകളുടെ സഹായത്തോടെ കുറച്ച് ആളുകളുടെ ടീമിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് അങ്ങനെ ഈ ചീറ്റിംഗ് കേസ് ആയതുകൊണ്ട് തന്നെ തെളിവ് പെട്ടെന്ന് നശിപ്പിക്കേണ്ട പ്രശ്നം ഇതിൽ വരുന്നില്ല. അതിൽ വേണ്ട ആവശ്യമായ ഡോക്യുമെന്റ്സും മറ്റൊക്കെയാണ് പരാതിക്കാർക്ക് തന്നെ കുറേ തരാവുന്നതാണ്. മറ്റു തന്നെ രജിസ്റ്റർ ഓഫ് കമ്പനീസിന് കുറേ ഡോക്യുമെന്റ്സ് കിട്ടേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം മുൻകൈയെടുത്ത ഒത്തുതീർപ്പ് ശ്രമം പരാജയപ്പെട്ടതോടെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്നതും കമറുദ്ദീനും സംഘത്തിനും തലവേദനയാകുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. ജോസ് കെ മാണിയെ ഇടതുമുന്നണിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ പാർട്ടി നിലപാട് എക്സിക്യൂട്ടീവ് തീരുമാനിക്കും. സ്വർണ്ണക്കടത്തും ലൈഫ് പദ്ധതിയും KT ജലീലിനെതിരെയുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള വിവാദങ്ങളും എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യും. ജോസ് കെ മാണിയുടെ ഇടതുമുന്നണി പ്രവേശനം ചർച്ചയായ ആദ്യഘട്ടം മുതൽ കടുത്ത എതിർപ്പാണ് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉയർത്തിയത്. എന്നാൽ കാനത്തെ അനുനയിപ്പിക്കാൻ CPM നേതാക്കൾ നേരിട്ട് രംഗത്തിറങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും കാനവുമായി ചർച്ച നടത്തി. മുന്നണിയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കി വിപുലീകരണം ആഗ്രഹിക്കുന്നില്ലെന്ന് CPM നേതാക്കൾ പരസ്യ നിലപാടെടുത്തു. CPM നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം കാനത്തിന്റെ നിലപാടിൽ അയവ് വന്നതായാണ് സൂചന. എങ്കിലും ജോസ് കെ മാണിയെ കൂടെ കൂട്ടാൻ CPI ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചേക്കും. രാജ്യസഭാ അംഗത്വം ഉൾപ്പെടെ UDF-നൊപ്പം നിന്ന് നേടിയതെല്ലാം രാജിവെച്ച് പുറത്തേക്ക് വരണം എന്നതാകും പ്രധാന നിർദ്ദേശം. സർക്കാർ തുടർച്ചയായി വിവാദങ്ങളിൽ പെടുന്നതും തുടർ ഭരണ സാധ്യത മങ്ങിയതും നേതാക്കളിൽ ഒരു വിഭാഗത്തെ അലോസരപ്പെടുത്തുന്നുണ്ട്. വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാടിൽ ജാഗ്രത കുറവുണ്ടായി എന്നാണ് ഇവരുടെ നിലപാട്. ന്യൂസ് 18 തിരുവനന്തപുരം. ജോസ് കെ മാണിയുടെ ഇടതുമുന്നണി പ്രവേശനം ചർച്ചയാകും മുമ്പേ ഇടതിനോട് ചേർന്ന കേരള കോൺഗ്രസ് M ഉണ്ട് വയനാട്ടിൽ. KM മാണിയുടെ കാലത്ത് തന്നെ വയനാട് ജില്ലാ കമ്മിറ്റി ഇവിടെ ഇടതിനൊപ്പമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ജയിച്ച പാർട്ടിയുടെ ഏക അംഗം സുൽത്താൻ ബത്തേരി നഗരസഭാ ചെയർമാനുമായി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ UDF-നൊപ്പമായിരുന്നു വയനാട്ടിലെ കേരള കോൺഗ്രസ് M-ഉം. മുന്നണിക്കൊപ്പം നിന്ന് ജില്ലയിൽ മത്സരിച്ച സീറ്റുകളിൽ ഒന്നൊഴികെ എല്ലാം തോറ്റു. കോൺഗ്രസ് കാലുവാരി എന്ന് പരാതി. ആകെ ജയിച്ച ഒരേ ഒരാൾ LDF പിന്തുണയോടെ സുൽത്താൻ ബത്തേരി നഗരസഭയുടെ ചെയർമാനായി. നഗരസഭ രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ ചെയർമാൻ. ഞാൻ എൻ്റെ നിലപാട് എന്ന നിലയ്ക്ക് 5 വർഷം മുമ്പ് കേരള കോൺഗ്രസ് M എടുത്ത നിലപാടിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇടതുപക്ഷ സഹയാത്രികനായി തന്നെയാണ് ഞാൻ തുടരുന്നത്. ഇനി ജോസും കൂട്ടരും ഇടതിലേക്ക് വന്നാലും ഇല്ലെങ്കിലും ജില്ലയിൽ ഇങ്ങനെ തന്നെ നിൽക്കാനാണ് തീരുമാനം. ഞങ്ങൾ അന്നെടുത്ത തീരുമാനവും അന്ന് തുടർച്ചയായി സംസ്ഥാന സമിതികളിൽ നിരന്തരമായി ഞാൻ ഈ കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം UDF-ൽ നിന്ന് ഒരിക്കൽ നീതി കിട്ടുന്നില്ല. UDF ഒരു പ്രത്യേക കോക്കസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരള കോൺഗ്രസിലെ ഏക അംഗത്തിന്റെ നേതൃത്വത്തിലാണ് നഗരസഭാ ഭരണമെങ്കിലും വികസന കുതിപ്പിന് വേഗമൊട്ട് കുറവില്ലെന്ന് CPM-ഉം ചൂണ്ടിക്കാട്ടുന്നു. രതീഷ് വാസുദേവൻ, ന്യൂസ് 18 വയനാട്. ഇടവേളയ്ക്ക് ശേഷം